ലേഖന വിവാദത്തിൽ തരൂരുമായി കൊമ്പുകോർക്കാനില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. തരൂരിന് എതിരല്ല, കണക്കിലെ തെറ്റാണ് ചൂണ്ടിക്കാണിച്ചത്. കോൺഗ്രസിൽ ഒരു തമ്മിൽ തല്ലുമില്ല. ലീഗിന് കോൺഗ്രസിനെ കുറിച്ച് അതൃപ്തിയില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രതികരണം ഒന്ന് കേൾക്കാം. ഞാൻ അദ്ദേഹമായിട്ടും തർക്കിക്കാനൊന്നുമില്ല. ഞങ്ങളിൽ അദ്ദേഹം ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ആ ആർട്ടിക്കിളിൻ്റെ സ്റ്റാറ്റ് 6 ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്തല്ലോ. അങ്ങനെ കോൺഗ്രസ്സിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർ ഒരു അതിർത്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. കോൺഗ്രസ് ലീഗും നേതൃത്വവും തമ്മിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഭയങ്കര സുദൃഢമായ ബന്ധമുണ്ട്. കോൺഗ്രസ്സിൽ ഒരു തമ്മിത്തല്ലിൽ എന്താ തമ്മിത്തല്ലിൽ? രാഹുൽ ഗാന്ധിയുടെ അനുനയ നീക്കവും പാളിയതോടെ തരൂരിനെ അവഗണിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വിവരങ്ങളുമായി റോഷി പാൽ ചേരുന്നുണ്ട്. റോഷി, വി.ഡി. സതീശൻ ആവർത്തിച്ചു പറയുന്നത് തരൂരുമായിട്ടൊരു തർക്കത്തിനില്ല. ACCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണല്ലോ ശശി തരൂർ. തങ്ങളൊക്കെ അതിന് താഴെയുള്ളവരല്ലേ, അതുകൊണ്ട് തർക്കിക്കാനൊന്നും ഇല്ല എന്ന് പറയുന്ന ഘട്ടത്തിലും ഇടയ്ക്കൊരു വാക്ക് പറയുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞുവല്ലോ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ സംഘർഷം അങ്ങോട്ട് അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും പുകയുന്നുണ്ട് എന്നതല്ലേ സൂചനകൾ വ്യക്തമാക്കുന്നത്. അതേസമയം അവഗണിച്ച് ഈ വിഷയം മറികടക്കാനാണോ കോൺഗ്രസിന്റെ തീരുമാനം? റോഷി, ഡോക്ടർ അരുൺകുമാർ, ശശി തരൂർ തുടർച്ചയായി താൻ ആ വിവാദ ലേഖനത്തിൽ എഴുതിയ നിലപാടിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവഗണിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുക്കുന്നത്. ഈ വിവാദം ചർച്ച ചെയ്താൽ, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ നയം, സ്റ്റാർട്ടപ്പുകൾ കൂടുതലായി സംസ്ഥാനത്ത് വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിലുണ്ടാക്കിയ മുന്നേറ്റം ശശി തരൂർ പ്രകീർത്തിക്കുമ്പോൾ, അത് തുടർച്ചയായി ആ നിലപാടിനെ ന്യായീകരിച്ച് തരൂർ രംഗത്ത് വരുമ്പോൾ അത് ചർച്ചയാക്കി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് രാഷ്ട്രീയ തിരിച്ചടിക്ക് വഴിയൊരുക്കും എന്ന വിലയിരുത്തലാണ്. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ശശി തരൂരിന് മറുപടി നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. പക്ഷേ തരൂരിൻ്റെ ഈ നിലപാടിൽ കടുത്ത അതിർത്തി കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഉണ്ട് സംസ്ഥാനത്ത്. ആ നേതാക്കളൊക്കെ ഹൈക്കമാൻഡിനെ ഈ കാര്യം അറിയിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി തന്നെ വിഷയത്തിൽ ഇടപെട്ടത്. രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടും തരൂരിൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, ലേഖനം ന്യായീകരിക്കാൻ വേണ്ടി പുതിയ വാദങ്ങൾ തരൂർ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. അതുകൊണ്ട് ശശി തരൂരിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. അതിനൊപ്പം തരൂരിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ അത് തള്ളിക്കളയുക, അത് അവഗണിക്കുക, അതിന് പരസ്യമായി പ്രതികരിക്കേണ്ടതില്ല തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോവുക. ഇത് തന്നെയാണ് കോൺഗ്രസിലെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ തീരുമാനം.